അപ്പോൾ അനിഷ്ടകരമായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റുകളെ നിഷ്പ്രയാസം ദുർബലപ്പെടുത്താനും ഭരണഘടനയുടെ 356 ഉപയോഗിച്ച് പിരിച്ചുവിടുന്നതിന് പകരം നിഷ്പ്രയാസം അവർക്ക് ഈ രൂപത്തിൽ ഗവൺമെൻറ്റുകളെ, തങ്ങൾക്കിഷ്ടമില്ലാത്ത ഗവൺമെൻറ്റുകളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ അവസരം നൽകുന്ന തികച്ചും ദുരുദ്ദേശപരമായിട്ടുള്ള സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയിട്ടുള്ള ബില്ലാണ് ശ്രീ അമിത്ഷാ ഇന്ന് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ, ആഭ്യന്തര വകുപ്പ് മന്ത്രി പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന 130ാം ഭരണഘടനാ ഭേദഗതി ബില്ലും അതിനോടനുബന്ധമായിട്ടുള്ള ജമ്മു കാശ്മീരിലെയും ഡൽഹിയിലെയും മറ്റ് 2 ബില്ലുകളും ഫെഡറൽ ജനാധിപത്യ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനമാണ്. ഭരണഘടനാ വിരുദ്ധമാണ് സത്യത്തിൽ ആ നിയമത്തിലെ വ്യവസ്ഥകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ 5 വർഷത്തിൽ കൂടുതൽ പിഴ ഈടാക്കാൻ കഴിയുന്ന, ശിക്ഷ വിധിക്കാൻ കഴിയുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി 30 ദിവസം ജയിലിലായാൽ 31ാമത്തെ ദിവസം മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ളതാണ് നിലവിലെ ഭരണഘടനാ ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥ. ആ ഭരണഘടനാ ഭേദഗതി നിയമം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റുകളെ ദുർബലപ്പെടുത്താനും ഇല്ലാതാക്കാനും നിഷ്പ്രയാസം ഗവൺമെൻറ്റിന് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ബില്ലിൻ്റെ അവതരണം തന്നെ സതുദ്ദേശപരമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം അവസാനിക്കാൻ 1 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് സഭാ നടപടി നിയമമനുസരിച്ചും ചട്ടമനുസരിച്ചും 2 ദിവസം മുമ്പ് ബില്ല് സർക്കുലേറ്റ് ചെയ്യണം, അംഗങ്ങൾക്കിടയിൽ സർക്കുലേറ്റ് ചെയ്യണമെന്നുള്ള വ്യവസ്ഥ പോലും ലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായി കഴിഞ്ഞ ദിവസം രാത്രി 1 മണിക്ക് ശേഷമാണ്, ഇന്ന് 1 മണിക്ക് ശേഷമാണ്, വെളുപ്പിന് 1 മണിക്ക് ശേഷമാണ് ബിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള വലിയ മാറ്റത്തിന് വിധേയമാകുന്ന ഒരു ബിൽ, ഭരണഘടനാ ഭേദഗതി നിയമം പോലും അംഗങ്ങൾക്ക് പ്രാഥമിക പരിശോധന പോലും നടത്താനുള്ള അവസരം ലഭിക്കാതെ ഏകപക്ഷീയമായി സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്, ആഭ്യന്തര മന്ത്രാലയം ശ്രമിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ബിൽ അവതരണം സതുദ്ദേശപരമല്ല, ദുരുദ്ദേശപരമാണ്. BJP ഇതര ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കാനുള്ള നിഗൂഢമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബിൽ അവതരിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഫെഡറലിസത്തിനെതിരാണ് എന്ന് പറയാനുള്ള കാരണം, ഒരു മന്ത്രി തൻ്റെ മന്ത്രിസഭയിൽ തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വിവേചനാധികാരമുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്കും തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിക്കുമാണ്. അതാണ് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ക്യാബിനറ്റ് സമ്പ്രദായം എന്ന് പറയുന്നത്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു ദ പാർലമെൻറ്റ് ഓർ ടു ദ അസംബ്ലി. ഇതാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സംവിധാനം. ആ പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെപ്പോലും അതിലംഘിക്കുന്നതാണ് നിർദ്ദിഷ്ട നിയമം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 1. 2, ഫെഡറലിസത്തിൻ്റെ പൊതുതത്വങ്ങൾക്കെതിരാണ്. കാരണം ഒരു ഫെഡറൽ ജനാധിപത്യ വ്യവസ്ഥയിൽ സംസ്ഥാന ഗവൺമെൻറ് എലക്റ്റഡ് ചീഫ് മിനിസ്റ്റർ, ആ ചീഫ് മിനിസ്റ്ററാണ് തീരുമാനിക്കേണ്ടത്. തൻ്റെ മന്ത്രി അഴിമതി കാണിച്ചു എന്ന് പ്രഥമ ദൃഷ്ടി അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന പക്ഷം മന്ത്രിയെ ഡ്രോപ്പ് ചെയ്യണമോ തുടരണമോ എന്ന് തീരുമാനിക്കാനുള്ള വിവേചനാധികാരം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിക്ഷിപ്തമാകുമ്പോൾ അതെല്ലാം കേന്ദ്രീകൃതമായി ഈ നിയമത്തിലൂടെ പുതിയ വ്യവസ്ഥ നിലവിൽ വരികയാണ്. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ബില്ല് അവതരിപ്പിക്കുന്നു എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീസൺസ് ആൻഡ് ഒബ്ജക്ട്സ്, അല്ലെങ്കിൽ ലക്ഷ്യവും ഉദ്ദേശവും ബില്ലിൽ പറയുന്നതെങ്കിൽ പോലും ഒരു തരത്തിലുള്ള സതുദ്ദേശവും ഈ ബില്ലിൻ്റെ അവതരണത്തിന് പിന്നിലില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അരവിന്ദ് കെജ്രിവാൾ ഇതുപോലെ തന്നെ വ്യാജമായ കേസുകൾ ചേർത്ത് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ടപ്പോൾ ആ ഗവൺമെൻറ്, അദ്ദേഹം രാജിവെക്കും, ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാമെന്നുള്ളതായിരുന്നു അവരുടെ നീക്കം. അത് ഫലിച്ചില്ല. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനൊരു ഭരണഘടനാപരമായ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ആകാം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും CBIയെയും ഇൻകം ടാക്സ് തുടങ്ങിയിട്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഒരു ഫാൾസ് അലിഗേഷൻ റേസ് ചെയ്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാം. കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത് 30 ദിവസം തുടർച്ചയായി ജയിലിൽ കിടന്നാൽ 31ാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കായി മുഖ്യമന്ത്രി അല്ലാതായി തീരും. അപ്പോൾ അനിഷ്ടകരമായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റുകളെ നിഷ്പ്രയാസം ദുർബലപ്പെടുത്താനും ഭരണഘടനയുടെ 356 ഉപയോഗിച്ച് പിരിച്ചുവിടുന്നതിന് പകരം നിഷ്പ്രയാസം അവർക്ക് ഈ രൂപത്തിൽ ഗവൺമെൻറ്റുകളെ, തങ്ങൾക്കിഷ്ടമില്ലാത്ത ഗവൺമെൻറ്റുകളെ
അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ അവസരം നൽകുന്ന തികച്ചും ദുരുദ്ദേശപരമായിട്ടുള്ള സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയിട്ടുള്ള ബില്ലാണ് ശ്രീ അമിത്ഷാ ഇന്ന് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനെതിരായി ഞങ്ങളെല്ലാവരും അതിന് ഒബ്ജക്ഷൻ ഉന്നയിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിനിശ്ചിതമായി തന്നെ ഈ ബില്ലിനെ എതിർക്കും. ഫെഡറൽ ജനാധിപത്യ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനം, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു ദ പാർലമെന്റ് ടു ദ അസംബ്ലി എന്ന് പറയുന്ന കൂട്ടുത്തരവാദ ബോധത്തോടുകൂടി പ്രവർത്തിക്കേണ്ടുന്ന ക്യാബിനറ്റ് സംവിധാനമെന്ന പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിലെ ആ കാഴ്ചപ്പാടിന് ഘടകവിരുദ്ധം. അതിനേക്കാൾ ഉപരിയായി സതുദ്ദേശപരമല്ല, ഒരു സതുദ്ദേശവും ഒരു ബോണഫൈഡ് ഇൻറ്റൻഷൻ ഈ ബില്ലിൻ്റെ അവതരണത്തിലും ബില്ലിൻ്റെ നിർമ്മാണത്തിലുമില്ല. ഈ ഘടകങ്ങൾ കൊണ്ടാണ്, കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും ഈ ബില്ലിനെ എതിർക്കാൻ ഇന്ത്യ മുന്നണി അതിശക്തമായി കൂട്ടായി തന്നെ എതിർക്കാൻ ഇന്ന് രാവിലെ ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുള്ളത്.